വെൽക്കം ടു മൈൻഡ്ഫുൾ മെൻറ്ററിങ്. ഞാൻ ജോൾസ്ന. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസിനോട് എങ്ങനെ ഡീൽ ചെയ്യുക, അതായത് നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടുകെട്ട് പാടില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസ് നമ്മുടെ വീട്ടിലുള്ള നമ്മളെ ഹസ്ബൻഡോ വൈഫോ നമ്മളുടെ പേരൻസോ മക്കളോ സിസ്റ്റേഴ്സോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അവരെ നമുക്ക് ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റില്ലല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവരോട് നമ്മളൊരു അകലം പാലിക്കുക. അതായത് എന്തും അവരോട് സന്തോഷവും സങ്കടവും എല്ലാം പോയി ഷെയർ ചെയ്യുന്ന സ്വഭാവം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം നമ്മൾ നമ്മളുടെ സങ്കടങ്ങൾ പറയുന്ന സമയത്ത് അതിലും അവരൊരു കുറ്റം കണ്ടെത്തും. നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് അതിനെയും നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന സമയത്ത് അവർ അതിൻ്റെ ഒരു അസൂയ വെച്ചിട്ടോ ആ രീതിയിലോ അല്ലെങ്കിൽ നമ്മളാ ചെയ്തത് നമുക്ക് സന്തോഷമായിരിക്കും, പക്ഷെ അവർക്കത് ഇഷ്ടപ്പെടാതെ അതിനും നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അത് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ അവരോടൊരു അകലം പാലിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അവരോട് എന്താ പറയുക, എല്ലാം അവർ കാരണമാണ്. അതായത് നമ്മൾ വിചാരിക്കുകയാണ് നമ്മളവർ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക നമ്മളെല്ലാവരോടും അവരെന്നെ കുറ്റപ്പെടുത്തുന്നു, അവരെന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ചെയ്യുന്നത് മാത്രം തെറ്റായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ അവരോട് കംപ്ലൈൻറ്റിങ് പറയുന്നത് നിർത്തിയിട്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. കാരണം ഈ കുറ്റപ്പെടുത്തുന്നവർ, നിങ്ങൾ ഈ നെഗറ്റീവ് പറയുന്നവർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പം നിങ്ങളെന്താ ചിന്തിക്കേണ്ടത്? ഞാനാണ് മാറ്റി കാണിച്ചു കൊടുക്കേണ്ടത്. എൻ്റെ ക്യാരക്ടറിലാണ്, എൻ്റെ സ്വഭാവത്തിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്. നിങ്ങൾ മാറ്റം വരുത്തിയിട്ട് അവർക്കൊരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പം തന്നെ അവർക്കത് മനസ്സിലാവും. കാരണം അല്ലാതെ അവരുടെ ഈ നെഗറ്റീവും കേട്ടിട്ട് നമ്മളുടെ വിഷമങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ നമ്മുടെ പാരൻസിനോടോ അങ്ങനെ നമ്മളിരുന്ന് ദുഃഖിക്കുന്നതിലും നമ്മൾ അതിലൊരു മാറ്റം വരുത്തിയിട്ട് കാണിച്ചു കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർ പറയുന്ന നെഗറ്റീവ്സിനെ ചെവി കൊടുക്കാതിരിക്കുക, അതിനെ ആർഗ്യൂ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാതിരിക്കുക. അവർ നമ്മളോട് എന്ത് വന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ച് അതേ രീതിയിൽ, അവർ ചിലപ്പോൾ നല്ല ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ അതേ ഗാംഭീര്യത്തിൽ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. നമ്മുടെ ഇതവിടെ നഷ്ടപ്പെടുകയല്ലേ. അപ്പം നമ്മൾ തിരിച്ചും പറയുകയാണ്. അപ്പം അവിടെ എന്തായി? ബഹളമായി, വഴക്കായി. അപ്പം നമ്മൾ എന്തിനാ അതിന് നിൽക്കുന്നത്? അവർ നമ്മളോട് വഴക്കിന് വരികയാണെങ്കിൽ, റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അവിടെ സൈലൻ്റ് ആവുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ എത്രയോ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന അറിയോ, അവിടെ സൈലൻ്റ് ആവാൻ പറ്റുന്ന അറിയോ. അപ്പോൾ അവരും നിങ്ങളും എന്താ വ്യത്യാസം? നിങ്ങൾ ബോധപൂർവം ബുദ്ധിപൂർവം അവിടെ നിങ്ങളുടെ സംസ്കാരം അല്ലെങ്കിൽ നിങ്ങൾ വാല്യൂ മനസ്സിലാക്കിയിട്ട് പെരുമാറുക. അപ്പം നിങ്ങൾ അവിടെ സൈലൻ്റ് ആവുക. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് പീപ്പിൾസ് അത് നിർത്തിക്കോളും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളോട് നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് നിങ്ങളൊരു പ്രകാശം പരത്തുന്ന വിളക്കാവുക. കാരണം നിങ്ങൾ അവരെ ഇൻസ്പയർ ആക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നിന്നെക്കൊണ്ട് അത് പറ്റില്ല, നീയൊന്നും അത് പഠിച്ചാൽ നീ അത് എവിടെ എത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യണം. നീ വേറെ പഠിക്കും പോയിക്കോ എന്നൊക്കെ പറയുകയാണെന്ന് വിചാരിച്ചോ. പക്ഷെ നിങ്ങൾ അതിനെ എന്താ പറയുക, അതിനെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ സൈലന്റ് ലിസണറായിട്ട് നിങ്ങൾ പഠിച്ച് കാണിച്ചു കൊടുക്കുക വേണ്ടത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സംരംഭം തുടങ്ങാനോ, നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്, അതിനെ ഹാർഡ് വർക്ക് ചെയ്യാനോ നിങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾക്കൊരു സപ്പോർട്ടില്ല, നിങ്ങൾ അതിനും കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് എനർജിയാണ് അവിടുന്ന് ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ വെറുതെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞിട്ട് ബെഗ് ചെയ്യാൻ പോവാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? അവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. പ്രവൃത്തിയിലൂടെയാണ് നമ്മളത് കാണിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ വാദിച്ച് അവിടെ ഒരു ആർഗ്യൂ ചെയ്ത് ജയിക്കേണ്ട ആവശ്യം നമുക്കവിടെ ഇല്ല. അതാണ് ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് എനർജി ആയിട്ടിരിക്കുക. കാരണം പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിറയ്ക്കുക. നിങ്ങളെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാലൊക്കെ നിങ്ങൾ തളരാൻ പാടില്ല. നിങ്ങൾക്ക് അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഈ നെഗറ്റീവായിട്ടിരിക്കുന്ന വ്യക്തികൾ എങ്ങനെയാണെന്ന് അറിയോ? പ്രത്യേകിച്ച് ലക്ഷ്യമോ ഒരു ഫോക്കസോ ചെയ്യാത്തവരാണ് ഈ നെഗറ്റീവ് പറയുമ്പോൾ തളർന്നിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ഇവർ പറയുന്നതൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ആ നെഗറ്റീവ് പറയുന്നതിനെ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ നെഗറ്റീവ് പീപ്പിൾസിൽ നിന്നും നിങ്ങൾക്ക് ഒരു
പരിധി വരെ സക്സസ് ആവാനും നെഗറ്റീവ് പീപ്പിൾസിന്റെ അവരുടെ ആ നെഗറ്റീവിസം കുറയ്ക്കാനും നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങളോടത് വന്ന് പറയുമ്പോൾ ഒരു വട്ടം തിരിച്ച് നിങ്ങൾ ബോധപൂർവം പെരുമാറാണെങ്കിൽ, തിരിച്ചു പറയുന്നത് പോസിറ്റീവായിട്ട് നിങ്ങൾ തിരിച്ചു പറയുക, അങ്ങനെയാണെങ്കിൽ അവർ ആ നെഗറ്റീവ് പറയാൻ ഇരിക്കില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് വേണം നമുക്കല്ലേ. നമ്മൾ സ്നേഹമായാലും പരിഗണനയായാലും ഒന്നും യാചിച്ച് വാങ്ങാൻ പാടില്ല. നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വേണ്ട എന്നുള്ള ഒരു രീതി നിങ്ങൾ എടുക്കണം. കാരണം നിങ്ങൾക്ക് സ്വയം ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവ്സ് നിങ്ങളുടെ മനസ്സിൽ കൊടുക്കാതിരിക്കുക. അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ നെഗറ്റീവ് പറയുന്നവർ അത് നിർത്തിക്കോളും. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ നെഗറ്റീവ് പറയുന്നവർ എങ്ങനെയാണെന്ന് അറിയൂ, ആദ്യം നിങ്ങളെ കുറെ കുറ്റപ്പെടുത്തും, പിന്നെ നിങ്ങളെ പരിഹസിക്കും, പിന്നെ നിങ്ങളെ പുച്ഛിക്കും, പിന്നെ നിങ്ങളെ കളിയാക്കും. അതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം കൊണ്ടുകൊണ്ടായിരിക്കും നിങ്ങളുടെ വിജയം. അപ്പോൾ അത് അവരെ എന്താക്കും, ഈ നെഗറ്റീവ് പറയുന്നവരെ മനസ്സിനെ ഡിസ്റ്റർബ്ഡ് ആക്കും. അങ്ങനെ നിങ്ങൾ വിജയിക്കും. ഒരു പാത്രത്തില് നമ്മൾ ചായ ഒക്കെ വെക്കുന്ന പാത്രമാണെങ്കിൽ അത് നമ്മൾ ചായ വെച്ചിട്ട് എന്തായിട്ടുണ്ടാവും, കരിഞ്ഞിട്ടോ അടി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ. അത് നമ്മളൊരു ചകിരിയും കൊണ്ട് അത് കഴുകിയ ചകിരി തേയും പാത്രം തിളങ്ങും. അതുപോലെ ആവണം നമ്മൾ. പറയുന്നവർ പറയട്ടെ, പറഞ്ഞ് അവര് തേഞ്ഞു പോയിക്കോട്ടെ, നമ്മൾ അവിടെ വിജയിച്ച് കാണിക്കല്ലേ വേണ്ടത്. അപ്പൊ അതിന് നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുക, ആർഗ്യൂ ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടെ ഒരു കഴിവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നെഗറ്റീവ്സും നമ്മളെ ബാധിക്കില്ല. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ, നമുക്കൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ ഈ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടേന്നേ. നമുക്ക് അറിയാലോ, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവൊക്കെ പോസിറ്റീവ് ആക്കാൻ നമുക്ക് കഴിയുന്നേ. പിന്നെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക. അവർ നെഗറ്റീവ് പറഞ്ഞെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി ഞാനും അങ്ങനെ പെരുമാറാന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളോട് ഇങ്ങനെ പെരുമാറാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ അവരെ സ്നേഹിക്കുക, നിങ്ങൾ അവരുടെ ഉത്തരവാദിത്വം. ഇപ്പൊ നിങ്ങളെ ഹസ്ബൻഡ് ആണെങ്കിൽ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്, എന്നിട്ടും നിങ്ങൾ അവരെ സ്നേഹിക്കുകയാണ്, നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സ്നേഹം തരുന്നില്ല. പക്ഷെ നിങ്ങൾ അവർ വന്ന ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു കുറവും വരുത്താതെ നിങ്ങൾ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾ സ്നേഹം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതെന്താ, ഞാൻ ഇത്രയും ചെയ്തിട്ടും, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഇവൾക്ക് എന്താ ഒരു മാറ്റം വരാത്തത്, ഇവളെന്താ വീണ്ടും എന്നെ സ്നേഹിക്കുന്നത്, എന്താ ഇവൾക്ക് എന്നോടൊരു ദേഷ്യം വരാത്തത്? അങ്ങനെ അവര് മാറാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങളുടെ മദറിലായാലും നിങ്ങളെ സ്വന്തം മാതാപിതാക്കളായാലും കുട്ടികളോടൊക്കെ ആണെങ്കിൽ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുക, നിങ്ങൾ അവർക്ക് കെയർ കൊടുക്കുക, നിങ്ങൾ ആ പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, അത് എടുക്കുക. പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമില്ല. അങ്ങനെ കെയർ കൊടുക്കും തോറും, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്യും തോറും അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവരുടെ നെഗറ്റീവ്സ് നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ അവർ നെഗറ്റീവ് പറയുന്ന സമയത്ത് ആ നെഗറ്റീവിന് പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാം, ഒരുപാട് നെഗറ്റീവ്സ് നിങ്ങളെ പറ്റി, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനെ നിങ്ങൾ ബുദ്ധിപൂർവം തിരിച്ചു പറയാൻ ശ്രമിക്കണം. അതായത് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലല്ല, ബുദ്ധിപൂർവം നിങ്ങൾ അതിനെ തിരിച്ചു പറയുകയാണെങ്കിൽ 1 2 വട്ടം അവരതിനെ നിങ്ങളോട് സമീപിക്കുള്ളൂ. പിന്നെ നിങ്ങളോട് അവർ നെഗറ്റീവ് പറയാൻ നിൽക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ നെഗറ്റീവ് ഉള്ള വ്യക്തികളെ പോസിറ്റീവായ വ്യക്തികളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നിങ്ങൾ ആ നെഗറ്റീവിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാതിരുന്നാൽ മതി. നിങ്ങൾ പോസിറ്റീവ് ആവുക, എപ്പോഴും നിങ്ങൾ ദൈവത്തിനോട് അടുക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ ചാർജ് ചെയ്യുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് എപ്പോഴും നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലടോ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കും. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.